Mesmerizing wedding collection. Tejaswini by Chungat Jewelry. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് 12 വർഷത്തെ പാരമ്പര്യം. ഗവൺമെന്റ് അംഗീകൃത ISO സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി. ഡ്രീംസ് ആൻഡ് റിയാലിറ്റി. ഇടശ്ശേരി ജ്വല്ലറി കാലടി. Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷത്തോടടുത്തിട്ടും നോക്കുകുത്തിയായി അങ്കമാലി മാർക്കറ്റിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിന് മുൻപിൽ റീത്ത് വച്ച് LDF കൗൺസിലർമാർ പ്രതിഷേധിച്ചു. അങ്കമാലി നഗരസഭാ പ്രദേശത്തെ ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റും മലിനജലം ശുദ്ധീകരിക്കുന്നതിന് മലിനജല ശുദ്ധീകരണ പ്ലാന്റുമാണ് നഗരസഭ പൊതുമാർക്കറ്റിന് സമീപം നിർമ്മിച്ചത്. 1.25 കോടി രൂപയോളം ഇതിനായി ചിലവഴിച്ചു. 2023 ജനുവരി 6 ബെന്നി ബെഹന്നാൻ MP ആണ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷമാകാനിരിക്കെ 2 പ്ലാന്റുകളും ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല. മാസം തോറും വലിയ തുക കറണ്ട് ചാർജ് ഇനത്തിൽ നഗരസഭ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയുമാണ്. പദ്ധതി നടപ്പിലാക്കിയതിന് പിന്നിൽ കോൺഗ്രസ് ഭരണസമിതിയുടെ വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്ന് LDF ആരോപിക്കുന്നു. പ്ലാന്റിന് മുൻപിൽ നടന്ന പ്രതിഷേധ ധർണ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സജി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റ കാര്യം പറഞ്ഞേക്കാം, ആ സമരം കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. ഇവിടെ നടക്കുന്ന എല്ലാ കൊണ്ടുവരാനും പറഞ്ഞല്ലോ. ഇവിടെ 1,20 ലക്ഷം രൂപ മുടക്കി മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ്, 50,000 രൂപ പോലും സെന്റിന് വിലയില്ലാത്ത 5,000 പാടത്തെ 2 ഏക്കറോളം ഭൂമി 2 ലക്ഷം രൂപ സെന്റിന് കച്ചവടം ചെയ്ത് അത് വാങ്ങി അതിന് കമ്മീഷൻ അടിച്ച് അതിന്റെ ഏർപ്പാട്. ഇവിടെ അങ്കമാലി നഗരസഭയുടെ പഴയ കെട്ടിടം 3 കോടി രൂപയ്ക്ക് മെയിൻ്റനൻസ്, 3 കോടി രൂപയ്ക്ക് 60 ലക്ഷം രൂപ മാത്രം ടൈലിംഗ്. ഞങ്ങളെല്ലാം ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, ഇത് തെരഞ്ഞെടുപ്പ് കണ്ടിട്ടല്ല, നിങ്ങളുടെ ഈ വേഷം കെട്ടുകളും അഴിമതിയൊക്കെ ഞങ്ങൾ തുറന്നു കാണിക്കും. ഇവിടെ മാത്രമല്ല, ഞങ്ങൾ ബഹുമാനപ്പെട്ട ഇതിന്റെ ഉദ്യോഗസ്ഥന്മാരും വിജിലൻസ് അടക്കമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അടക്കം ഈ പരാതിയുമായി പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 30 നിന്നവർക്ക് വെള്ളം കുടിക്കും. ഞാൻ ചെയർമാനെ മാത്രം ഉദ്ദേശിക്കുന്നില്ല, ഇവിടെ സെക്രട്ടറി ഉണ്ടല്ലോ, അങ്കമാലി നഗരസഭ സെക്രട്ടറി ഉണ്ട്. വലിയ സൗഹൃദമായ പെരുമാറ്റമാണ് ഞങ്ങളോടൊക്കെ വരുമ്പോ ചേട്ടാ. പക്ഷേ ഈ ചെയർമാന്റെ എല്ലാ കൊണ്ടരായ്മയ്ക്കും അയാൾ കൂട്ടിയിരിക്കണം, അയാൾ സമാനം പറയേണ്ടി വരും. ഇവിടെ കാണിക്കുന്ന എല്ലാ അഴിമതിയുടെയും കള്ളപ്പണത്തിന്റെയും കണക്ക് ബഹുമാനപ്പെട്ട അങ്കമാലി നഗരസഭ സെക്രട്ടറി ജയൻ പാത്താട നീയും ഇതിന് കണക്ക് പറയിപ്പിക്കും. ചെയർമാൻ വൈകുന്നേരം അയക്കുന്ന വെള്ളമാണ്, രാത്രി ഒരു 7 മണി 7:30 കഴിഞ്ഞാൽ ഇടയല്ല, അതിന് മുമ്പേ വെള്ളം. അദ്ദേഹത്തിന് കുറച്ച് കൂട്ടാളികളുണ്ട് ഇവിടെ, ഇവരൊക്കെ കൂടി നമുക്ക് പ്ലാൻ ചെയ്യാം നാളെ എന്ത് പരിപാടി നടത്തുന്നത്, ഏത് സ്ഥലമാണ് കച്ചവടം ചെയ്യുന്നത്, എന്ത് തരത്തിലാണ് അഴിമതി നടത്തുന്നത്. അങ്ങനെ കിട്ടുന്ന കാശ് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് കൊടുത്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇവിടെ അധികാരത്തിൽ വരാനുള്ള നിങ്ങളുടെ ആ ഒരു മോഹം ഉണ്ടല്ലോ, അത് അങ്കമാലിയിലെ ജനസമൂഹം നിങ്ങൾക്ക് അനുഭവിച്ചു തരില്ല. ഞാനതെല്ലാം കൃത്യമായി കണ്ട് മനസ്സിലാക്കി. മുൻ നഗരസഭാ ചെയർമാനും കൗൺസിലറുമായ ബെന്നി മൂഞ്ഞേലി അധ്യക്ഷനായിരുന്നു. പ്രതിപക്ഷ നേതാവ് TY ഏലിയാസ്, LDF പാർലമെന്ററി പാർട്ടി ലീഡർ PN ജോഷി, കൗൺസിലർമാരായ മാർട്ടിൻ B മുണ്ടാടൻ, രജനി ശിവദാസൻ, മോളി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. നഗരസഭാ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയിലും അഴിമതിയിലും പ്രതിഷേധിച്ച് കൗൺസിലർമാർ പ്ലാന്റിന് മുൻപിൽ റീത്ത് സമർപ്പിച്ചു. വരും ദിവസങ്ങളിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും LDF നേതാക്കൾ വ്യക്തമാക്കി. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി.